ഒരു സിനിമ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകില്ല. ബിക്കോസ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് 10 അണ്ടർറേറ്റഡ് മലയാളം ത്രില്ലർ മൂവീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് 12th മാൻ എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാലിന്റെ നല്ലൊരു സിനിമയാണ്. ഇത് അണ്ടർ റേറ്റഡ് കാറ്റഗറിയിൽ വരുന്നതിൽ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. കണ്ടിരിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി പറയാൻ പോകുന്ന സിനിമയൊക്കെ ഈ രീതിയിലുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും ത്രില്ലടിച്ച് ചാകാൻ പറ്റുന്ന അത്രക്ക് അടിപൊളി സിനിമകളാണ് വരുന്നത്. ഓക്കെ, ഇതില് പ്രധാന നടൻ നമ്മളെ മോഹൻലാലാണ്. 2022 ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ഈ സിനിമ. ഏകദേശം ഒരു 11 പേര് സുഹൃത്തുക്കളുടെ ഇടയിൽ, അവരുടെ വൈഫും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് 11 പേർക്കിടയിൽ 12ാമനായിട്ട് നമ്മുടെ മോഹൻലാൽ കടന്നു വരുന്നു. അതിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇതൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. അടിപൊളി സിനിമയാണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ബോഗെയിൻ വില്ല എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ തുടങ്ങിയ താരനിരകൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. 2024 ഇറങ്ങിയ ഒരു സിനിമയാണ്. അത്യാവശ്യം ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ആണ് ഈ പടം എന്ന് പറയുന്നത്. പടത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എൻജോയ്മെന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ലാഗ്, പടം രസയില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ ഒരു ഡെപ്തിലേക്ക് കടക്കുന്ന സമയത്ത് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള പടം തന്നെയാണ് ബോഗെയിൻ വില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന സിനിമ. ആരോരും ഇല്ലാത്തവർ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ സിനിമ. അപ്പോ ടൊവിനോ ആണ് ഇതില് നടൻ എന്ന് പറയുന്നത്. അതുപോലെ നിമിഷ വിജയൻ, അതുപോലുള്ള താരനിരകളുണ്ട്. ഏകദേശം 2018 ഇറങ്ങിയ സിനിമയാണെങ്കിലും അടിപൊളി കഥ, അടിപൊളി ഒരു ഭാഗങ്ങൾ അടിപൊളിയായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ അടുത്ത സിനിമ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ 2022 ഇറങ്ങിയിട്ടുള്ള ഇന്ദ്രജിത്ത് സുകുമാരൻ, അതുപോലെ റോഷൻ മാത്യു, അന്നാബെൻ തുടങ്ങിയവർ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു സിനിമയാണ്. പേര് പോലെ തന്നെ നൈറ്റിൽ ഒരു ഡ്രൈവിന് ഇറങ്ങുന്നു, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ, പിന്നെ നായകൻ ജയിലിൽ പോകുന്നുണ്ട്. നായകൻ എന്തിനാണ് ജയിലിൽ പോയെന്ന് സിനിമയുടെ അവസാനം പറയുമ്പോൾ നമ്മൾ കോറിത്തെറിച്ച് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി പറയാൻ പോകുന്ന സിനിമ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമ എന്ന് പറയാൻ പറ്റും. അണ്ടർ റേറ്റിൽ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ്. സോ അഞ്ചാമത്തെ സിനിമ ഗോളം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗോളം എന്ന് പറയുന്ന സിനിമ. 2024 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരു ഓഫീസിൽ നടക്കുന്ന മരണവും തുടർന്നുള്ള അന്വേഷണവും, എങ്ങനെയാണ് അതിൽ ആ മരണം നടന്നേന്നുള്ളത് കണ്ടുപിടിക്കുന്നിടത്താണ് മക്കളെ ഒരു കാര്യമുണ്ട്, കിളി പറന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതിനുശേഷം എനിക്ക് ഇങ്ങനെയുള്ള വർക്കൊന്നും ഞാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ വരെ എത്തിപ്പോയിട്ടുണ്ട്. അത്രക്ക് അടിപൊളി സിനിമയാണ്. ഓക്കെ, ഇനി 6th വണ്ണിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 6th വൺ എന്ന് പറയുന്നത് കുരുതി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ഒരു സിനിമയാണ്. അതില് റോഷൻ മാത്യു പോലുള്ള താരനിരകളുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ നെസ്ലിന്റെ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രത്തിന് നമുക്ക് അതിൽ കാണാൻ പറ്റും. എനിക്ക് ഇടയ്ക്കൊരു ലാഗ് ഒരു ഇതൊക്കെ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സിനിമ അടിപൊളി സിനിമ തന്നെയാണ്. 2021 ഇറങ്ങിയ, ആമസോൺ പ്രൈമിലൊക്കെ ഉണ്ട്, 2021 ഇറങ്ങിയ കുരുതി എന്ന് പറയുന്ന സിനിമ വൺ ഓഫ് ദി ബെസ്റ്റ് അണ്ടർ റേറ്റഡ് ത്രില്ലർ മൂവി, അടിപൊളി സിനിമയാണ്. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് 7ാമത്തെ മൂവിയാണ്. നമ്മുടെ കൂമൻ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ സിനിമ. 2022 ഇറങ്ങിയ ഒരു സിനിമയാണ്. സോ ഒരു പോലീസ് ഓഫീസറിന്റെ കഥ, ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കഥ പറഞ്ഞു പോകുന്ന അത്യാവശ്യം നല്ല ഒരു സിനിമ തന്നെയാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ്. അണ്ടർ റേറ്ററിന്റെ സംഭവം കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൽ വന്നതിൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. കാരണം അന്ന് സിനിമ അത്യാവശ്യം ഹിറ്റ് ആയിരുന്നെങ്കിലും വേണ്ടത്ര പോപ്പുലാരിറ്റി കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് ഹെവൻ എന്ന് പറയുന്ന സുരാജിന്റെ ഒരു സിനിമയാണ്. 8ാമത്തെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2022 ഇറങ്ങിയിട്ടുള്ള സുരാജിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം, ക്രൈം ത്രില്ലർ ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. സുരാജ് അതിന്റെ പോലീസായിട്ടാണ് വരുന്നത്. നല്ലൊരു സിനിമ തന്നെയാണ്. ഹെവൻ എന്ന് പറഞ്ഞ 2022 ഇറങ്ങിയിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു സിനിമ. ഇനി 9ാമത്തെ സിനിമയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 9ാമത്തെ പടം ഹെലൻ എന്ന് പറയുന്ന സിനിമയാണ്. അന്നാബെന്റെ ഹെലൻ 2019 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് കാരണം ആ കുട്ടി മേ ബി മരിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിലെത്തുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകും. അടിപൊളി സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അണ്ടർ റേറ്റഡ് ത്രില്ലർ മൂവിയാണ് ഈ പറഞ്ഞ ഹെലൻ എന്ന് പറയുന്ന സിനിമ. അതിന്റെ നടീന്റെ പേര് അന്നാബെന്നായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ പേര് ഹെലൻ എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. ആ സെക്യൂരിറ്റി ആയിട്ട് എന്നും കമ്മ്യൂണിക്കേഷൻ വെക്കുന്നതും എല്ലാം നമ്മളെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സിനിമയാണ്, കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അടുത്തത് ഫൈനൽ ഒരു സിനിമ അന്താക്ഷരി. 10th സിനിമയാണ് അന്താക്ഷരി. അന്താക്ഷരി സഞ്ജു കുറുപ്പിന്റെ ഒരു സിനിമയാണ്. 2022 ഇറങ്ങിയതാണ്. അന്താക്ഷരി കളിച്ച് കള്ളനെ പിടിക്കുന്ന ഒരു സംഭവം എന്ന് വേണ്ടിയൊക്കെ പറയാം. അന്താക്ഷരി കളികളിലൂടെ പോലീസുകാരനെ വെല്ലുവിളിക്കുന്ന ഒരു സൈക്കോ പാത്തിന്റെ ഒരു കഥയാണിത്.
അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരൻ അന്താക്ഷരിയായിട്ട് നല്ല രീതിയിൽ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു ഗായകന്റെ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വില്ലന്റെ ആ സൈക്കോന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുമ്പോൾ അടക്ക ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു അത്യാവശ്യം വൺ ഓഫ് ദി ഓക്കെ TK ലെവലിൽ പോകുന്ന ഒരു പടം. അപ്പൊ ഇതാണ് 10 അണ്ടർ റേറ്റഡ് ബെസ്റ്റ് മലയാളം മൂവി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക താഴെ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കമന്റ് ചെയ്യുക. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട അത് കമന്റ് ചെയ്യുക. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, സിനിമ കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ എന്തായാലും ഇഷ്ടപ്പെടും. ദാറ്റ്സ് മൈ പ്രോമിസ്. ബിക്കോസ് ഓഫ് അത്രക്ക് അടിപൊളി സിനിമകളാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു സിനിമയിൽ കാണാം. ബൈ.